ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഔഷാദക്കയിലാണ്. എൻ്റെ കൂടെ നമ്മുടെ അലീനുണ്ട്, നമ്മുടെ സുരേഷ് ഏട്ടനുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ബിജു ഉണ്ട്. ഞങ്ങളിന്ന് ഈദ് ആയതിൻ്റെ ആഘോഷങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ പള്ളിയിലൊക്കെ ഞാൻ പോയി വന്നതിൻ്റെ ശേഷം എൻ്റെ സുഹൃത്തുക്കൾ വീട്ടിലേക്ക് വന്നതാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുരേഷ് ഏട്ടൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വർഷത്തെ കഴിഞ്ഞ റമദാനിലെ കാരണം ഇന്നലെ വരെയുള്ള എല്ലാ നോമ്പും എടുത്ത ഒരു മനുഷ്യനാണ് സുരേഷ് ഏട്ടാ. എന്താണ് നിങ്ങളെ നോമ്പിനെ കുറിച്ചുള്ള നിങ്ങളെ കാഴ്ചപ്പാടൊക്കെ ഒന്ന് പറഞ്ഞേര്. നോമ്പിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കപ്പറയും. ആവേശം ഒന്നും നോമ്പൊന്നും അല്ലല്ലോ, ഉറക്കപ്പറയും. നോമ്പിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ സാഹോദര്യവും സമാധാനവും ഐക്യവും കാത്തു സൂക്ഷിക്കുന്ന ഒരു ചെറിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ അതിൽ ഉപരി നമുക്ക് വിശപ്പിന്റെ വില മനസ്സിലാക്കി തരാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണിത്. അതിൻ്റെ അപ്പുറം ഇല്ലാത്തവനെ നമ്മൾ എന്ത് ചെയ്യാൻ സഹായിക്കണമെങ്കിൽ സഹായിക്കേണ്ടതുണ്ട്. ആ ഒരു നന്മയും കൂടി ചിന്തിക്കുന്ന മാസമാണ്. എല്ലാം കൊണ്ട് നല്ല ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അല്ല, അപ്പം നിങ്ങൾ നോമ്പ് തുറക്കൽ എവിടെ നോമ്പൊക്കെ തുറക്കുക? ഞാൻ നമ്മുടെ പള്ളികളിൽ പോയിട്ടാണ് നോമ്പ് തുറക്കാറ്. കാരണം പള്ളികളിൽ ഞാൻ വിചാരിച്ചത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അവിടെ പോയപ്പോൾ നല്ല ഐക്യത്തോടെ സ്വീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാ പള്ളികളിലും എനിക്ക് കിട്ടിയ ഒരു രീതി. നല്ല രീതിയിൽ ഇപ്പോൾ പള്ളികളിൽ നോമ്പ് തുറക്കും. ഞാൻ നോമ്പ് തുറന്ന് സാധാരണ പുലർച്ചക്ക് നിങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് പുലർച്ചക്ക് നിങ്ങൾ എന്താ ചെയ്യല്? പുലർച്ചയ്ക്ക് ഞാൻ അത്താഴത്തിനുള്ളത് എന്തെങ്കിലും മാറ്റി വെക്കും. അത്താഴം ഒരു സമയത്ത് അവിലും വെള്ളമാണ് അധികം കുടിക്കൽ. അവിലും വെള്ളം രാവിലെ ഉണ്ടാക്കി അവിലും വെള്ളം കുടിക്കും. അല്ലെങ്കിൽ മറ്റ് രാത്രി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെടുത്ത് ഭാര്യ എടുത്ത് മാറ്റി വെക്കും. വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഓക്കെ. അപ്പോൾ മനസ്സും ശരീരവും എല്ലാം സന്തോഷം. സന്തോഷം.